കഴിഞ്ഞാൽ സ്പോയിലർ ആകുമോ? അത് കാരണം ഇരുട്ടിനെ പറ്റി പറയും ഏകദേശം. ഹായ്, ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാനൊന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് നമുക്കൊരു ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് വളരെ പഴയ കാലത്ത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഇന്ന് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇന്നത്തെ ഗ്രീൻ സ്ക്രീൻ, ബ്ലൂ മാറ്റ് എന്നിവയൊക്കെ പഴയ കാലത്ത് മാറ്റുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വ്ളോഗിൽ ഈ ഒരു ഈസി ടെക്നിക്കാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒട്ടും സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളെ ഈ ബാക്ക് ഡ്രോപ്പ് റിമൂവ് ചെയ്ത് മറ്റൊരു പുതിയൊരു ബാക്ക് ഡ്രോപ്പ് ആക്കി സെറ്റ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളത്. അത് ഒറ്റ ക്ലിക്കിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പഴയ കാലത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു വർക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ക്യാപ് കട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓൾറെഡി ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ ഫയലാണ് ഇത് എടുക്കുന്നത്. നമ്മളെ റോ ഫുട്ടേജ് ആണ് ഈ ഫയലിനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആദ്യം ഈ ഫയൽ എത്ര ലെങ്ത് വേണ്ട ആ ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും മതി. നമ്മൾ ഇൻ ആൻഡ് ഔട്ട് പോയിന്റ് എടുത്തു. പിന്നെ അതിന് ശേഷം വീഡിയോ എന്ന് പറഞ്ഞ സെറ്റിങ്സിൽ പോവുക. അതിൽ ബേസിക്കിൻ്റെ കട്ടൗട്ട് ഉണ്ട്. അതിൽ ഓട്ടോ കട്ടൗട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാം, സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഓട്ടോ കട്ടൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും ആ ഫയൽ. ഇതാ നമ്മൾ ഇത്രയും ഈസി ആയിട്ട് കട്ടായി കിട്ടിയ നമുക്ക് ഫയൽ. ഇനി അടുത്ത് നമ്മൾ ലിയാൻഡോ AI എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു AI ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നമ്മൾ ലോഞ്ച് ആപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ലോഡ് ചെയ്യും. അതിൽ നമുക്ക് അതിൻ്റെ അടിയിൽ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിൽ പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ AI ഇമേജ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് കൊടുത്ത് ഒരു സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ടിന്റെ പേര് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഫ്യൂച്ചർ സ്റ്റിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ വിത്ത് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് ബ്ലൂ കളർ ആയ കാരണം, അതായത് ടീൽ കളർ ആയ കാരണം നമ്മൾ ആ ടീലിന്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇങ്ങനെ അടിച്ചാൽ മതി, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഫ്യൂച്ചർ സ്റ്റിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ വിത്ത് യെല്ലോ കളർ. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്ത് പറഞ്ഞാലും അത് കുറച്ച് സമയം കൊണ്ട് ജനറേറ്റ് ചെയ്തിട്ട് കുറച്ച് അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിച്ചു തരും. ആകണ്ട. അപ്പോൾ നമുക്ക് യൂട്യൂബിന്റെ സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ഫ്യൂച്ചർ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ യെല്ലോ സെലക്ട് ചെയ്യുന്നില്ല, ടീൽ കളറുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു വന്ന കാരണമാണ്. പിന്നെ നമ്മളെ ഫയൽ അത്ര ക്വാളിറ്റി ഇല്ല. അത് കാരണം ഞാൻ ടീൽ കളറായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളറിന്റെ ഇത് കാണിച്ചത്. നമുക്ക് ടീൽ കളർ പോയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തത്. നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് നമ്മൾ ഫയൽ വലിച്ചിട്ട് ഇതിന്റെ കണ്ട നമ്മളൊരു ക്രോമ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്ത പോലെ ഇത് കാണാൻ പറ്റും. നമുക്ക് ഒരു ക്രോമ ഒരു ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്ത പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വലിച്ചിട്ടപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സൂം ചെയ്ത് ഇപ്പോൾ ഇതിൽ സെറ്റിങ്സിൽ ജസ്റ്റ് സൂം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് വരുന്നത് അത് ജസ്റ്റ് ഒന്ന് ലെൻസ് ബ്ലർ കൊടുക്കുമ്പോഴാണ് അത് നമ്മുടെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണുക. ഇപ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ എല്ലാം ഷാർപ്പായിട്ട് കാണുക കാരണം ആ വിഷ്വലിനെ കാണാൻ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന് ഒരു ലെൻസ് ബ്ലർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒബ്ജക്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളിത് റീസൈസ് ചെയ്യണം. ഇതിൻ്റെ സെറ്റിങ്സ് 165 150 എന്ന രീതിയിലാണ് ഇതിന്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷാർപ്പായിട്ട് കിടക്കുന്നു, ഒന്ന് ബ്ലറായിട്ട് കിടക്കുന്നു. ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി വീഡിയോ കുറച്ചുകൂടി ഡെപ്തിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ക്യാപ് കട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഈ കട്ടൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീഡിയോ ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതാണ് ഇതിന്റെ ഫൈനൽ ഔട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആകുമോ? അത് കാരണം ഇരുട്ടിനെ പറ്റി പറയും
ഏകദേശം ഒരു ഹായ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് അഭിപ്രായവും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.